ഹലോ ഗൈസ്, വീഡിയോ ക്ലിക്ക് ചെയ്തതിന് ഒരുപാട് താങ്ക്സ്. സോ സ്കൂൾ തുറക്കുകയാണ്, പുതിയ ക്ലാസ്, പുതിയ ബുക്സ്, പുതിയ ടീച്ചേഴ്സ്. പലർക്കും ഇപ്പൊ ഉണ്ടാവുന്ന ഒരു ഫീലിംഗ് എന്ന് പറയുന്നത് കുറച്ച് എക്സൈറ്റ്മെന്റും കുറച്ച് നെർവസ്നെസ്സും ഒക്കെ കലർന്നതായിരിക്കും, റൈറ്റ്? പക്ഷേ നിങ്ങൾ ഈ ഒരു അക്കാദമിക് ഇയർ എങ്ങനെ സ്റ്റാർട്ട് ചെയ്യുന്നു എന്നുള്ളതിനെ വെച്ചിട്ടായിരിക്കും ഇതിന്റെ എൻഡിങ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് കംപ്ലീറ്റ് ഗൈഡ് ഓൺ ഹൗ ടു സ്റ്റാർട്ട് യുവർ ന്യൂ അക്കാദമിക് ഇയർ ഇൻ ദ റൈറ്റ് വേ. അപ്പോൾ വീഡിയോ മുഴുവനായിട്ടും കാണുക, ബിക്കോസ് മൂന്നാമത്തെ ടിപ്പ് പല സ്റ്റുഡൻസും ഒരിക്കലും ചെയ്യാത്ത കാര്യമാണ് ആൻഡ് ഇറ്റ് മേക്സ് എ ഹ്യൂജ് ഡിഫറൻസ്. ടിപ്പ് നമ്പർ 1, മൈൻഡ് സെറ്റ് റീസെറ്റ്. പഠനത്തിനെ കുറിച്ച് സംസാരിക്കുന്നതിന് മുമ്പ് തന്നെ നമുക്ക് ഈ മൈൻഡ് സെറ്റിനെ പറ്റി ഒന്ന് നോക്കാം. കഴിഞ്ഞ വർഷം നിങ്ങൾ ആരായിരുന്നു, എങ്ങനെയായിരുന്നു, നിങ്ങൾ ആവറേജ് ആണോ, നിങ്ങൾ ബിലോ ആവറേജ് ആണോ എന്നതൊന്നും ഇവിടെ ഇമ്പോർട്ടന്റ് അല്ല. ഈ ഒരു അക്കാദമിക് ഇയർ എന്ന് പറയുന്നത് ഒരു പുതിയ വർഷമായിട്ട് കാണുക. നിങ്ങൾക്ക് നിങ്ങളെ ഇംപ്രൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ വേർഷനിലുള്ള നിങ്ങളാണ് ഇപ്പോൾ ഈ വീഡിയോ കാണുന്നത് എന്നത് ഈ നിമിഷം മൈൻഡിൽ സെറ്റ് ചെയ്യുക. നിങ്ങൾ ഇന്റൻഷണൽ ആവാൻ പോവാണ്. ദാറ്റ് മീൻസ് ഓരോ ദിവസവും നിങ്ങൾക്കൊരു ഗോൾ ഉണ്ടായിരിക്കണം, ഈവൻ ഇഫ് ഇറ്റ്സ് എ സ്മോൾ വൺ. ഓരോ ആഴ്ചയും നിങ്ങൾ എങ്ങനെ പഠിക്കുന്നു, എന്തൊക്കെ പഠിച്ചു കഴിഞ്ഞു എന്നൊരു ബോധവും നിങ്ങൾക്ക് ഉണ്ടാവണം. ഈ ടോപ്പേഴ്സ് എന്ന് പറയുന്നവര് ഒരിക്കലും നിങ്ങളെക്കാൾ സ്മാർട്ടൊന്നും അല്ല, ദേ ആർ ജസ്റ്റ് മോർ ഇന്റൻഷണൽ. അപ്പോൾ ഈ തീരുമാനം നിങ്ങൾ തന്നെ എടുക്കണം. ഞാൻ പഠിക്കും, അന്നന്ന് എടുക്കുന്നത് അന്നന്ന് തന്നെ പഠിക്കും, എക്സാം വരട്ടെ എന്നിട്ട് പഠിക്കാം എന്ന രീതി ഇനി ഞാൻ ആവർത്തിക്കില്ല എന്നത് മനസ്സിൽ ഉറപ്പിച്ചു പറയുക. ടിപ്പ് നമ്പർ 2, ഓർഗനൈസ് ബിഫോർ ക്ലാസ്സസ് സ്റ്റാർട്ട്. സ്കൂൾ തുറക്കുന്നതിന് മുമ്പ് നിങ്ങൾ എല്ലാവരും ഈ ഒരു കാര്യം ചെയ്തിരിക്കണം. നിങ്ങൾക്കറിയാലോ നിങ്ങൾക്ക് ഏതൊക്കെ സബ്ജക്ട്സ് ആണ് ഉള്ളതെന്ന്. അപ്പം ഓരോ സബ്ജക്റ്റിനും ഓരോ നോട്ട്ബുക്ക് വാങ്ങിക്കുക, വേറെ വേണ്ട സ്റ്റേഷനറി ഐറ്റംസ് വാങ്ങിക്കുക, നോട്ട്ബുക്സ് ഒക്കെ ബ്രൗൺ ഷീറ്റ് വെച്ച് കവർ ചെയ്യുക. അതായത് ഓർഗനൈസ്ഡ് ആയിരിക്കുന്നതിൽ ഫോക്കസ് ചെയ്യുക. പിന്നെ നിങ്ങൾ ചെയ്യേണ്ടത് വീക്കെൻഡ്സ് അഥവാ ശനിയും ഞായറും നിങ്ങൾക്ക് പഠിക്കാൻ വേണ്ടിയിട്ട് ഒരു സിമ്പിൾ സ്റ്റഡി പ്ലാൻ ഉണ്ടാക്കി വെക്കുക. സ്റ്റഡി പ്ലാനർ വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ഇവിടെ ലിങ്ക് കൊടുക്കാം, എന്തായാലും യൂസ്ഫുൾ ആവും, നോക്കിക്കോളും. ഈ ബിഗിനിങ്ങിൽ കുറേ നേരമൊന്നും പഠിക്കണ്ട. ഓരോ സബ്ജക്റ്റിനും ഒരു അരമണിക്കൂർ തന്നെ ധാരാളമാണ്, ബിക്കോസ് യു നോ ദാറ്റ് ക്ലാസ്സസ് തുടങ്ങിയിട്ടേ ഉള്ളൂ എന്ന്. അപ്പൊ നിങ്ങൾക്ക് ചോദിക്കാം, ക്ലാസ്സസ് തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ, പിന്നെ എന്തിനാണ് ഈ പ്ലാനിങ് ഒക്കെ ചെയ്ത് പഠിക്കുന്നതെന്ന്. അതിന്റെ റീസൺ സിമ്പിൾ ആണ്, ബിക്കോസ് നിങ്ങൾ ഇവിടെ ഒരു ഹാബിറ്റ് ആണ് ബിൽഡ് ചെയ്യുന്നത്. ഈ ആദ്യത്തെ മാസം തന്നെ ബിൽഡ് ചെയ്ത ഹാബിറ്റ് ഹോൾ ഇയർ നിങ്ങൾക്ക് അതേപടി കൊണ്ടുപോകാനായിട്ട് സാധിക്കും. ആൻഡ് നമ്മുടെ മൂന്നാമത്തെ ടിപ്പ് എന്ന് പറയുന്നത് ദ ഫസ്റ്റ് മന്ത് സ്ട്രാറ്റജി ആണ്. സ്കൂൾ തുറന്നുള്ള നിങ്ങളുടെ ഫസ്റ്റ് മാസം എന്ന് പറയുന്നത് ഞാൻ ഇനി പറയുന്ന പോലെ ആക്കാൻ ശ്രമിക്കുക. ക്ലാസ്സിൽ ശ്രദ്ധിച്ചിരിക്കുക. കുറെ സ്റ്റുഡൻസിന് ഇപ്പൊ ടെക്സ്റ്റ് ബുക്ക് മാറിയിട്ടുണ്ട്, അതുകൊണ്ട് ടീച്ചർ ക്ലാസ്സിൽ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിച്ചിരിക്കണം. ഇമ്പോർട്ടന്റ് ആണെന്ന് പറയുന്ന പോർഷൻസ് നോട്ട് ചെയ്യണം. നിങ്ങൾക്ക് ലെക്ചർ നോട്ട്സ് എഴുതാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ടീച്ചർ തന്നെ നോട്ട് തരുവാണെന്നുണ്ടെങ്കിൽ അങ്ങനെ. എനിവേ നോട്ട് നീറ്റാക്കി എഴുതുക, ഒന്നും സ്കിപ്പ് ചെയ്യാതിരിക്കുക. എക്സാമിന്റെ സമയമാവുന്ന സമയത്ത് നിങ്ങളുടെ ഫ്രണ്ട്സിനോട് നോട്ട് സെൻഡ് ചെയ്യാൻ പറയുന്ന ഒരു അവസ്ഥ ഉണ്ടാക്കാതിരിക്കുക. ഇങ്ങനെ നിങ്ങൾ പഠിച്ചു പോകുന്ന കാര്യങ്ങളില്ലേ, അത് ഇടയ്ക്കിടയ്ക്ക് നിങ്ങൾ റിവിഷൻ നടത്തണം. കൂടാതെ നിങ്ങൾക്ക് ടഫ് ആയിട്ടുള്ള പോർഷൻസ് ഒക്കെ പഠിക്കുന്നതിനിടയിൽ അറിയാലോ, അതൊക്കെയാണ് നിങ്ങളുടെ ഫോക്കസ് ടോപ്പിക്സ് ഫോർ ദ ഇയർ. അപ്പം അതിൽ നിങ്ങൾ കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യണം. ഓക്കെ ഗൈസ്, ഈ ഒരു 1 മന്ത് സ്ട്രാറ്റജി കറക്റ്റ് ആയിട്ട് ചെയ്യുക. പുതിയതായിട്ടൊന്നുമില്ല, എല്ലാം നിങ്ങൾക്ക് അറിയുന്നത് തന്നെയാണ്. ഇതന്നെ ഓരോ മാസവും ഫോളോ ചെയ്ത് കൊണ്ടുപോവാ. ഇനി ഞാൻ ടോപ്പേഴ്സിന്റെ 4 ഹാബിറ്റ്സ് കൂടെ പറയാം, അതും സ്കൂൾ തുറക്കുന്ന ദിവസം മുതൽ അവർ ഫോളോ ചെയ്യുന്നത് നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആവും. നമ്പർ 1, ടീച്ചർ ഒരു പോർഷൻ ടീച്ച് ചെയ്യുന്നതിന് മുമ്പ് തന്നെ അവർ ആ ഒരു പോർഷൻ വായിച്ചിട്ടുണ്ടാവും. ജസ്റ്റ് ഒരു 10 മിനിറ്റ് മതിയല്ലോ അത് വായിക്കാൻ. ആൻഡ് ക്ലാസ്സിൽ അത് അവരെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് അവർ സമയത്തിന് ഉറങ്ങും. കേൾക്കുമ്പോൾ ഇതൊക്കെ ഒരു ടിപ്പാണോ എന്ന് തോന്നുമെങ്കിലും സാരമില്ല, കാരണം മെമ്മറി കൺസോളിഡേറ്റ് ആവുന്നത് നിങ്ങൾ ഉറങ്ങുമ്പോഴാണ്. മൂന്നാമത്തെ കാര്യം പ്രോക്രാസ്റ്റിനേഷൻ അഥവാ പിന്നെ പഠിക്കാം നാളെ പഠിക്കാം എന്ന് പറയുന്നത് അവർ മാക്സിമം ഒഴിവാക്കും. ആൻഡ് നാലാമത്തെ കാര്യം ചെറിയൊരു വിജയമാണെന്നുണ്ടെങ്കിലും അവരത് സെലിബ്രേറ്റ് ചെയ്യും. എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു ചാപ്റ്റർ ഫിനിഷ് ചെയ്തോ എങ്കിൽ ഒരു ബ്രേക്ക് എടുത്ത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുക. ആൻഡ് ഗൈസ്, ഇതിനെയൊന്നും ഒരു വലിയ സാക്രിഫൈസ് ആയിട്ട് നിങ്ങൾ കാണരുത്. നാളത്തെ നിങ്ങളുടെ വലിയ റിസൾട്ടിലേക്ക് നയിക്കുന്ന കുഞ്ഞു കുഞ്ഞു ഡെയിലി ചോയ്സസ് ആണ് ഇതൊക്കെ. സോ ഗൈസ്, ദാറ്റ്സ് യുവർ കംപ്ലീറ്റ് ഗൈഡ് ടു സ്റ്റാർട്ട് ദിസ് അക്കാദമിക് ഇയർ സ്ട്രോങ്. ഞാൻ എപ്പോഴും പറയാറുള്ള പോലെ പെർഫെക്റ്റ് ആവാൻ ട്രൈ ചെയ്യാതെ കൺസിസ്റ്റൻസി മെയിൻറ്റെയിൻ ചെയ്യുന്നതിൽ ഫോക്കസ് ചെയ്യുക. സോ ബി കൺസിസ്റ്റന്റ്. അപ്പോൾ ഈ ഒരു അക്കാദമിക് ഇയറിൽ നിങ്ങളുടെ ഗോൾ എന്താണ് ഒന്ന് കമന്റ് ചെയ്യണേ, ഞാൻ എല്ലാ കമന്റും വായിക്കുന്നതായിരിക്കും. സോ ഗൈസ്, ദാറ്റ്സ് ഓൾ ഫോർ ടുഡേസ് വീഡിയോ. നിങ്ങളെ സഹായിക്കുന്ന ഒരുപാട് സ്റ്റഡി ടിപ്സ് വീഡിയോസ് നമ്മൾ ഇനിയും അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പൊ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. അതേപോലെ തന്നെ ഈ ഒരു വീഡിയോ നിങ്ങളുടെ ബെസ്റ്റ് ഫ്രണ്ടിനും കൂടെ ഷെയർ ചെയ്യൂ.